ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളുടെ സ്കൂളിൽ എന്നും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് മായ്ക്കുന്ന റബ്ബർ അല്ലെങ്കിൽ ഇറേസർ. ഇതിനെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിഞ്ഞിരിക്കുന്നുണ്ടേ? ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇറേസർ പ്രധാനമായിട്ടും റബ്ബർ, വിനൈൽ, പ്ലാസ്റ്റിക് എന്നിവ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. ലളിതമായി ഒരു ഇറേസർ എങ്ങനെ ഉണ്ടാക്കുന്നു എന്നതിന് ഓരോരോ ഘട്ടങ്ങളുണ്ട്. അത് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി ഇതിനുപയോഗിക്കുന്ന പ്രധാന വസ്തുക്കൾ എന്ന് പറയുന്നത് നാച്ചുറൽ അല്ലെങ്കിൽ സിന്തറ്റിക് റബ്ബർ ഉപയോഗിച്ചാണ്. അത് മെയിനായിട്ട് നമുക്ക് പെൻസിൽ ഇറേസറുകൾക്കാണ് ഉപയോഗിക്കുന്നത്. കൂടാതെ വിനൈൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഇവയെല്ലാം മൃദുവായ ഇറേസറുകൾക്ക് ഉപയോഗിക്കുന്നു. ഇതിൽ അബ്രേസീവ് കണങ്ങൾ ഉൾപ്പെടുന്നു. ഇത് ഇങ്ക് ഇറേസറുകൾക്ക്, അതായത് പേന മഷീൻ കൊണ്ട് മായ്ക്കുന്ന ഇറേസറുകൾക്ക് അത് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നു. കൂടാതെ ഇതിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ അവർ ഇതിൽ എണ്ണ, സൾഫർ രംഗങ്ങൾ ഒരുപാട് ഉപയോഗിക്കുന്നു. ഇനി ഇറേസർ എങ്ങനെ നിർമ്മിക്കുന്നു എന്നുള്ളതും അതിൻ്റെ ഓരോരോ ഘട്ടങ്ങളും നമുക്ക് നോക്കാം. ഒന്നാമതായി മിശ്രിതം തയ്യാറാക്കുന്നു. റബ്ബർ, പ്ലാസ്റ്റിക് പൊടിയും മറ്റ് ചേരുവകളും കൂടെ കൂട്ടിച്ചേർത്ത് ഒരു യൂണിഫോം മിശ്രിതം ഉണ്ടാക്കുന്നു. ഇതിൽ സൾഫർ ചേർത്ത് ഉറപ്പുവരുത്തുന്നു. അതിനെ വൾക്കനൈസേഷൻ പ്രക്രിയ എന്നാണ് പറയുന്നത്. രണ്ടാമതായി ആകൃതി നൽകുന്നു. ഈ മിശ്രിതം ഒരു മോൾഡിലൊഴിച്ചോ ഒരു എക്സ്ട്രൂഡഡ് യന്ത്രത്തിലൂടെയോ തള്ളിയോ ആവശ്യമുള്ള ആകൃതിയിൽ ചതുരം, വൃത്തം മുതലായവയിൽ അത് മെരുക്കിയെടുക്കുന്നു. ശേഷം ചൂടാക്കി ഉറപ്പിക്കുന്നു. ഉയർന്ന താപനിലയിൽ ചൂടാക്കി ഇറേസർ കട്ടിയാക്കുന്നു. ഇത് പ്ലാസ്റ്റിക് ഇറേസറുകൾക്ക് ചെയ്യുന്നില്ല. പിന്നീട് കട്ടിങ്ങും ഫിനിഷിങ്ങുമാണ് വരുന്നത്. വലിയ ബ്ലോക്കുകൾ ചെറിയ ഇറേസറുകളായി മുറിച്ച് അരികുകൾ മിനുസപ്പെടുത്തി ചിലപ്പോൾ പായ്ക്ക് ചെയ്തും അവർ വിൽപ്പനാ രംഗത്ത് കൊണ്ടുവരുന്നു. ഇനി വ്യത്യസ്ത തരം ഇറേസറുകൾക്ക് നമുക്ക് ഒന്ന് പരിചയപ്പെടാം. റബ്ബർ ഇറേസറുണ്ട്, വിനൈൽ ഇറേസറുണ്ട്, ഇങ്ക് ഇറേസറുണ്ട്. റബ്ബർ ഇറേസറുകൾക്ക് പ്രത്യേകത എന്നാൽ പെൻസിൽ മാർക്കുകൾ മായ്ക്കാൻ എളുപ്പത്തിൽ ഉപയോഗിക്കുന്നു. ഇവ സോഫ്റ്റാണ്. പിങ്ക് വൈറ്റ് കളറിലാണ് ഒരുപാടായി കാണപ്പെടുന്നത്. ഇപ്പോൾ പല ഷേപ്പുകളിലും പല ആകൃതിയിലും ലഭ്യമാണ്. വിനൈൽ ഇറേസറുണ്ട്. ഇത് പ്ലാസ്റ്റിക് ഇറേസറാണ്. കൂടുതൽ മൃദുവും കട്ടിയുള്ളതുമാണ്. ഇനി ഇങ്ക് ഇറേസറുണ്ട്. കട്ടിയുള്ള അബ്രേസീവ് ലെയർ ഉള്ളതാണത്. പേപ്പർ കീറാതെ മായ്ക്കാൻ പറ്റുന്ന ടൈപ്പും ഉണ്ട്. ഇന്ന് ഇറേസറുകൾ വ്യത്യസ്ത രൂപങ്ങളിലും നിറങ്ങളിലും ലഭ്യമാണ്. ചിലതിൽ സുഗന്ധവും പഴം, ചോക്ലേറ്റ് തുടങ്ങിയവരുടെ മണങ്ങളും ചേർത്ത് രൂപപ്പെടുത്തുന്നവയും ഉണ്ട്. ആധുനിക ഫാക്ടറികളിൽ ഈ പ്രക്രിയ യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് നടത്തുന്നത്. അതിനാൽ തന്നെ ഇവ ഇന്ന് പണ്ടത്തേത് വെച്ച് ഒരുപാട് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നു.